സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാസർഗോഡ് മുതൽ ചെർക്കള വരെയുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റെതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. വൻ മാറ്റങ്ങളാണ് നമ്മുടെ കാസർഗോഡ് മുതൽ ചെർക്കള വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വർക്കൊക്കെ ഫിനിഷ് ആവാറായി. അപ്പോൾ കുറച്ച് അണ്ടർ പാസിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. നമ്മൾ കാസർഗോഡ് കഴിഞ്ഞ് മേൽപ്പാലം കഴിഞ്ഞ് നുള്ളിപ്പാടി ഭാഗത്തെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ഇനിയും ബാക്കിയുണ്ട്. കാരണം ഇവിടെ അണ്ടർ പാസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ 3000-ലധികം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് ഇപ്പോൾ കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ULCC വളരെ ഫാസ്റ്റായി തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തിൽ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ 75% വർക്കും ഫിനിഷായിരിക്കുകയാണ്. ഇനി മേൽപ്പാലങ്ങളുടെ വർക്കും പിന്നെ അണ്ടർ പാസിൻ്റെ മുന്നാടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. നമ്മൾ നുള്ളിപ്പാടി ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട് റോഡിൻ്റെ കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തോടും കൂടി സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നുള്ളിപ്പാടിയിൽ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 വരിപ്പാത കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചെർക്കള ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചെർക്കള ഭാഗത്തേക്ക് റോഡ് ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. നുള്ളിപ്പാടിയിൽ കുറച്ച് വർക്ക് പെൻഡിങ് അല്ല, അതുകൊണ്ടായിരിക്കും ഇവർ തുറക്കാത്തത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ചെർക്കള ഭാഗത്തേക്ക് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇടതുവശ ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് ക്ലോസ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ 3 വരി കൂടിയാണ്. 3 വരിയിലും നമ്മുടെ ചെർക്കള ഭാഗത്തു നിന്ന് വരുന്നതാണ്. 6 വരിയും ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ നമ്മുടെ നുള്ളിപ്പാടി കഴിഞ്ഞ് അണങ്കൂർ അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുന്ന JCB ഉപയോഗിച്ചിട്ട് മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനിയും നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. നുള്ളിപ്പാടി അണ്ടർപാസ് ചെറിയൊരു അണ്ടർപാസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് കോളേജ് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗത്തായിട്ട് കുറച്ചും ഉയരത്തിലാണ് റോഡ് ഉണ്ടായിരുന്നത്. അത് ഇടിച്ചിട്ട് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ റോഡ് വരുന്നത്. ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്കായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 6 ലൈനിൽ കൂടിയാണ് വാഹനങ്ങൾ 2 ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിദ്യാനഗർ കോളേജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചും ഉയരത്തിലാണ്, കുന്ന് പോലെയുള്ള പ്രദേശമായിരുന്നത്. അത് ഇടിച്ചിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ നിലവിലെ ഹൈവേ വരുന്നത്. നിലവിലെ റോഡ് കൂടിയാണ് വാഹനങ്ങൾ 2 ഭാഗത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡ് 2 ഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് 2 വശത്തും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്കായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ മണ്ണിട്ട് JCB ഉപയോഗിച്ച് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വെള്ളക്കെട്ട് കാണാം. അപ്പോൾ ഇവിടെ വിദ്യാനഗർ അണ്ടർപാസ് മധൂർ പോകുന്ന റോഡാണ് ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. PR ക്യാപ്പിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുതൽ നല്ല ഉയരത്തിലാണ് കേട്ടോ നമ്മളെ BC റോഡ് അണ്ടർപാസ് വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൽ മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടന്നിട്ടുണ്ട്. ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ BC റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. മുകളിൽ ഇനിയും വർക്ക് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ മുതൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. BC റോഡ് കഴിഞ്ഞ് നായ്മാർമൂല അണ്ടർപാസിൻ്റെ വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നായ്മാർമൂല എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ കുറച്ച് ഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നായ്മാർമൂല അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ
ടിപ്പർ ലോറി ഉപയോഗിച്ച് മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നായ്മാർമൂല അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസ് ഓപ്പൺ ചെയ്തിട്ടില്ല. വർക്ക് ഇനിയും ഒരുപാട് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ നല്ല വെള്ളക്കെട്ടിട്ടാ. കാസർഗോഡ് ഭാഗത്ത് നല്ല മഴയാണ് ഇപ്പോൾ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 17-ാം തീയതി രാവിലെ 7:30 മണിക്കാണ്. മഴ കുറച്ച് കുറഞ്ഞ ശേഷം നമ്മൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മുതൽ നായ്മാർമൂല അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളക്കെട്ട് കാണാൻ സാധിക്കും. ഇവിടെ ടിപ്പർ ലോറി ഉപയോഗിച്ച് മണ്ണ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ചിട്ട് മണ്ണ് ഇവിടെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ റോഡിൻ്റെ വർക്ക്, ഇവിടെ മുതൽ നമ്മുടെ ചെർക്കള സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തോളമായിട്ട് റോഡ് വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്ത് കൂടി ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാണലം കഴിഞ്ഞ് ഇനി വരുന്നത് സന്തോഷ് നഗറാണ്. അപ്പോൾ സന്തോഷ് നഗറിൽ അണ്ടർപാസ് വരുന്നുണ്ട്, ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും റോഡ് മുഴുവനായിട്ട് ഇപ്പോൾ റോഡ് തുറന്നു കൊടുത്തിട്ടില്ല, 6 ലൈന്. അപ്പോൾ കുറച്ചും ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഇനിയും പുരോഗമിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വർക്കൊക്കെ നമ്മുടെ ULCC ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായി തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വേഗതയിൽ വർക്ക് നടക്കുന്നത് നമ്മളെ കാസർഗോഡ് തലപ്പാടി ചെങ്കള റീച്ചിലായിരിക്കും. സന്തോഷ് നഗർ ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്, ചെറിയൊരു അണ്ടർപാസ് ആണ്. വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്, വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ULCCൻ്റെ ഫൈനൽ വർക്ക് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റിങ് ഫിറ്റ് ചെയ്യുന്ന വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് വീണ്ടും റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 4-ാം മൈൽ ചെങ്കള നായനാർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർപാസ്സാണ്. ഇവിടെ മുതൽ നമ്മൾ ചെങ്കള നമ്മുടെ ULCCൻ്റെ റീച്ച് എൻഡാകുന്നവരെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 4-ാം മൈൽ അണ്ടർപാസിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈൻ ബസ് പോകുമ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ട്രാഫിക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. നമ്മളെ 6 ലൈൻ വന്നാലും ലൈൻ ബസ്സുകളൊക്കെ പോകുന്നത് നിലവിലെ സർവീസ് റോഡ് കൂടിയായിരിക്കും. അപ്പോൾ ലോങ് വണ്ടികളൊക്കെ നാഷണൽ പെർമിറ്റ് നമ്മുടെ ലോറികളൊക്കെ 6 ലൈനിൽ കൂടി പോകും. അപ്പോൾ ഏകദേശം നമ്മുടെ ട്രാഫിക്കൊക്കെ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ 4-ാം മൈൽ കഴിഞ്ഞ് നമ്മൾ സിറ്റിസൺ നഗർ ഭാഗത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഏകദേശം എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ടച്ച് മാത്രമാണ് ഇവിടെ ഇനിയും വർക്ക് പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ ചെർക്കള സെൻട്രൽ സ്കൂൾ വരെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ 2-ാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ വർക്ക് കുറച്ച് പെൻഡിങ് ആണ്. അപ്പോൾ മഴ കാരണം മണ്ണിടിച്ചലും വെള്ളത്തിൻ്റെ ഉറവയും കാരണം അപ്പോൾ അവിടെ വർക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ദിരാ ഭാഗത്തായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇന്ദിരാ നഗർ പുതിയതായി വരുന്ന ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ് വലതുഭാഗത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് വലതുഭാഗത്തായിട്ട്. ഇവിടെ മുതൽ ചെർക്കള ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് 3 ലൈൻ കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചെർക്കള ഭാഗത്തോട്ട് 3 ലൈനും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. കുറച്ച് വർക്ക് ചെർക്കള ഭാഗത്ത് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് ULCCൻ്റെ റീച്ച് എൻഡാകുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലപ്പാടി മുതൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ ULCCൻ്റെ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ചെങ്കള റീച്ച് സ്റ്റാർട്ടാകുന്ന ഭാഗത്ത് മുതൽ നമ്മുടെ നായ്മാറമൂല വരെ എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായി തന്നെയാണ് നമ്മുടെ ULCC വർക്ക് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ മേഘ കമ്പനിയുടെ റീച്ച് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ നീലേശ്വരം പള്ളിക്കര പാലം വരെയാണ് മേഘ കമ്പനിയുടെ വർക്ക് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.